ഈസ്റ്റർ ആയി അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മെയിൻ പരിപാടി ഡ്രസ്സ് എടുക്കുക എന്നുള്ളത് കേട്ടോ. ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് അമ്മയ്ക്ക് എടുത്ത് തുടങ്ങാന്ന് വെച്ചിട്ട് അമ്മയ്ക്ക് അങ്ങോട്ട് എടുത്തു. അന്നത്തെ ദിവസം അത് മാത്രമായിട്ട് നടന്നത്. അത് മാത്രമല്ല നടന്നത് BC കഫേന്ന് ഒരു ലൈമും കൂടിയും കുടിച്ചിട്ട്. ഒരു കാലത്ത് എൻ്റെ അമ്മൂൻ്റെ മെയിൻ സ്പോട്ടായിരുന്നു കേട്ടോ BC കഫേ. അങ്ങനെ പിറ്റേന്നല്ല 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കുമ്പസാരിക്കാനുള്ള പ്ലാനിൽ പുത്തമ്പള്ളി പോകാമെന്ന് വിചാരിച്ചു. പിന്നെ പോണ വഴിക്ക് വിയ്യൂർ എല്ലാവരും മുട്ടുകുത്തി നിൽക്കണം കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഇവിടുന്ന് കുമ്പസാരിക്കാന്ന് വെച്ചിട്ട് വിയ്യൂർ പള്ളിയിൽ നിന്ന് കുമ്പസാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ എനിക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പം ഞാൻ എൻ്റെ ആദ്യം ഓറഞ്ച് എടുത്തെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ബെൻസൻ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, കളർ ഒരു സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ലാസ്റ്റ് കാണുന്ന ഡ്രസ്സാണ് ഞാൻ മാറ്റിയെടുത്തത്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ചെയിൻ മേടിക്കേണ്ടായിരുന്നു. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഈ കടയിൽ. അങ്ങനെ ഞാൻ അവിടെ നിന്നൊരു ചെയിനും എടുത്ത് കഴിഞ്ഞ് കുറച്ച് നേരം ക്ഷീണിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഓരോന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് കുടിച്ചു നേരെ ചെക്കൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ്. ചെക്കൻ എടുക്കാൻ വേണ്ടി പോയത് അൺലിമിറ്റഡിലായിരുന്നു. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. ബെൻസൻ ഓൾറെഡി അവന് ഒരു ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ വകയും വേണമല്ലോ. അങ്ങനെ ഈ ഒരു ഡെനിയം ഡ്രസ്സ് എടുത്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അവൻ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും ചാറ്റൊക്കെ തന്ന് പറഞ്ഞു വിടുകയാണ് ആശാൻ. അങ്ങനെ അതും ബില്ലടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ക്ഷീണം വന്ന അപ്പം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. അങ്ങനെ ഞങ്ങൾ ഒരു സാൻഡ്വിച്ച് കൂടി കഴിച്ചു കേട്ടോ.